അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. അത് നല്ല സെമി ഗ്രേവി ആയിട്ട് നല്ല കുറുകി ശരിക്കും റോസ്റ്റായിട്ടുള്ള പരുവത്തിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ 200 ഗ്രാമോളം ബീഫ് എടുത്തു. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ്, ഒരു സവാളയുടെ പകുതി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെജിറ്റബിൾ ഓയിൽ, കറിവേപ്പില, പെരുംജീരകം, കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്യുകയാണ്. ടേസ്റ്റിനുള്ള എല്ലാ ഘടകങ്ങളും നമ്മളിത് ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു 4 വിസിൽ വരെ അടിക്കാനായിട്ട് ഇത് വെയിറ്റ് ചെയ്യുകയാണ്. വിസിൽ അടിച്ചതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ആക്കണമെന്നുള്ളൂ. നല്ല രീതിയിൽ ബീഫ് വെന്ത് കിട്ടി. അല്പം വെള്ളത്തോടു കൂടി തന്നെ കിട്ടി. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അല്പം പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചു. ബീഫിൻ്റെ എന്ത് ഐറ്റം ചെയ്യുമ്പോൾ നമ്മൾ പെരിഞ്ചീരകം പൊട്ടിക്കുന്നുണ്ട്. കുരുമുളക്, പട്ട, ഗ്രാമ്പു. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി. ഇപ്പോൾ നമ്മളതിൽ വെളുത്തുള്ളി ഇഞ്ചിയും ജസ്റ്റ് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അത് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ കുക്കായതിന് ശേഷം മാത്രം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഒരുപാട് കട്ടിങ്ങിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും. ഇത് നല്ല രീതിയിൽ ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ജൂലിയനായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇതിനായിട്ട് നമ്മൾ 2 സവാള. അപ്പോൾ നമ്മളിപ്പോൾ ഈ സവാള എടുത്തിരിക്കുന്നത് ഈ ഒരു ഇതിലാണ്. വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്ത്. ഒരേ വലിപ്പത്തിൽ നമ്മൾ എന്ത് കട്ട് ചെയ്യുമ്പോഴും ഒരേ വലിപ്പം വന്ന് അതും നമ്മുടെ ടേസ്റ്റിനെ ശരിക്കും ബാധിക്കുന്ന ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഒരേ വലിപ്പത്തിലുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ആ കുക്കിങ്ങിനെല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ഓവറായിട്ട് കുക്കാവുകയും കുറച്ച് കുറഞ്ഞ് കുക്കാവുകയും ഒന്നുമില്ല. അപ്പോൾ ഒരേ ലെവലിൽ നമ്മുടെ കുക്കിംഗ് കറക്റ്റായിട്ട് നടക്കുക. അപ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഒരേ ലെവലിലുള്ള ടേസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ബീഫ് ഫ്രൈഡ് നമ്മൾ വളരെ കുറച്ച് സവാള എടുക്കുന്നുള്ളൂ. റോസ്റ്റിനാകുമ്പോൾ നമ്മൾ അല്പം സവാളയുടെ അളവ് കൂട്ടിയെടുക്കും. എന്നിട്ട് പരമാവധി നേരം നമ്മളിതിനെ കുക്ക് ചെയ്യും. അതിനുശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1.5 തക്കാളി ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലിപ്പോൾ അല്പം ഗരം മസാല നമ്മളിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതിലിപ്പോൾ നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തിട്ടില്ല. ഇത് നല്ല രീതിയിൽ വരണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ മസാല ഇട്ട് കൊടുക്കാവുള്ളൂ. 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അല്പം കൂടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ടേസ്റ്റ് ഇതിന് ശരിക്കും വല്ലാത്തൊരു ടേസ്റ്റ് ഒരുപാട് കൂട്ടി തരുന്നൊരു ഘടകമാണ്. ഇത് നല്ല രീതിയിൽ മസാല കുക്കാവാൻ നമ്മളൊരു 10 മിനിറ്റെങ്കിലും വളരെ സ്ലോ ഫയറിൽ നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്യുക. അതിനുശേഷം ബീഫിൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബീഫ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ മസാലയും ആ ബീഫിലേക്ക് ശരിക്കും ഇപ്പോൾ പൊതിഞ്ഞു വരും. ഇതൊരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പൂർണ്ണമായിട്ട് നല്ല തിക്കായിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡിയായി. ഇനി ഇതിലേക്ക് ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി, അല്പം കുരുമുളക് പൊടി. ഈ കളറിനെ ബാധിക്കുന്ന നല്ലൊരു ഘടകമാണ് കുരുമുളക് പൊടിയൊക്കെ. അപ്പോൾ നല്ലൊരു കളറായിട്ട് നമുക്കിത് മാറും. നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് ആ ബീഫിൽ ശരിക്കും കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ള ഗ്രേവിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ചധികം ഗ്രേവി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് കൂടി ഒരു മസാലയുടെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ കൂടി മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ, അതായത് ഒട്ടും മസാലയൊന്നും കൂടുതൽ വരില്ല. ആ ഒരു സ്റ്റോക്കിൻ്റെ ടേസ്റ്റും ബീഫിൻ്റെ ഫുള്ള് ആ സ്റ്റോക്കിന് നിന്ന് കിട്ടിയിട്ടുള്ള ഫുള്ള് ബീഫിൻ്റെ ടേസ്റ്റും പിന്നെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇതും കൂടിയാണ് ഫുള്ള് ബാലൻസ്ഡ് ആവും. നമ്മളിതിലേക്ക് ഒരു പാല് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരു പിടി തേങ്ങ എടുക്കുക, നല്ല രീതിയിൽ മിക്സിയിൽ അടിക്കുക, എന്നിട്ട് അരിച്ചതിലേക്ക് ഒഴിക്കുക. പരമാവധി കൂടുതൽ നേരം തന്നെ മിക്സിയിൽ അടിക്കുക. അപ്പോൾ തേങ്ങയുടെ ഫുള്ള് ഇതും നമുക്ക് അരിച്ചെടുക്കുമ്പോൾ കിട്ടും. തേങ്ങ പേസ്റ്റായിട്ട് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഒട്ടും ഇതല്ലാണ്ട് ഒരു സെമി ടെക്സ്ചറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് എല്ലാ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയായിരിക്കും ഇത്.